കേരളത്തിലെ പെൺകുട്ടികൾ മുഴുവൻ ചാക്കോച്ചനെ മതിയെന്ന് പറഞ്ഞു നിൽക്കുമ്പോഴായിരുന്നു പ്രിയ കുഞ്ചാക്കോ ബോബൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. അന്നത്തെ ചോക്ലേറ്റ് നായകനെ ആഗ്രഹിക്കാത്ത പെൺകുട്ടികളുണ്ടായിരുന്നു. ഓട്ടോഗ്രാഫ് വാങ്ങിക്കാൻ വന്ന ആരാധികയായ പ്രിയയുമായി പ്രണയത്തിലായതിനെക്കുറിച്ചും വിവാഹം ചെയ്തതിനെക്കുറിച്ചും എല്ലാം പല അഭിമുഖങ്ങളിൽ കുഞ്ചാക്കോ ബോബൻ പറഞ്ഞിട്ടുള്ളതാണ്. 2005 കുഞ്ചാക്കോ ബോബൻ്റെയും പ്രിയയുടെയും വിവാഹം. പക്ഷേ ആദ്യത്തെ കൺമണിക്ക് വേണ്ടി വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. 14 വർഷത്തെ പ്രാർത്ഥനയ്ക്കും ചികിത്സയ്ക്കും ഫലം കണ്ടു. 2016 മകൻ ഇസഹാക്ക് പിറന്നത്. അത് പ്രിയയ്ക്കും കുഞ്ചാക്കോ ബോബൻ്റെയും ജീവിതത്തിലെ നാഴികക്കല്ല് തന്നെയായിരുന്നു. ആ അനുഭവം എങ്ങനെയായിരുന്നു എന്ന് കുഞ്ചാക്കോ ബോബൻ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലാവുന്നത്. മഴവിൽ മനോരമയുടെ പിക്ചർ പെർഫെക്റ്റ് എന്ന ഷോയിൽ ഇസഹാക്കിൻ്റെ രണ്ടാം പിറന്നാളിൻ്റെ ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു നടൻ. മകൻ്റെ ഓരോ പിറന്നാളും ഓരോ ആശയം വെച്ചാണ് സെലിബ്രേറ്റ് ചെയ്യാറുള്ളത്. അവൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അത് സെറ്റ് ചെയ്യുന്നത് പ്രിയയാണ് എന്ന് ചാക്കോച്ചൻ പറഞ്ഞു. 14 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളെ ചവിട്ടിക്കൂട്ടാൻ വന്നവനാണെന്നാണ് ചിരിയോടെ കുഞ്ചാക്കോ ബോബൻ പറയുന്നത്. കാരണം കഴിഞ്ഞ ദിവസവും കിടന്നുറങ്ങി എഴുന്നേൽക്കുമ്പോൾ തലയുടെ സ്ഥാനത്ത് കാലായിരുന്നു. മകനെ ആദ്യമായി കയ്യിലെടുത്തപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമ്മാനം എന്നാണ് ആദ്യം മനസ്സിൽ വന്നത്. എന്നും ദൈവത്തിന് നന്ദി മാത്രം. ഈ ഒരു നിമിഷത്തിലേക്ക് എത്താൻ ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയുണ്ടായിരുന്നു. മോൻ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം പലരും നേരിട്ട് കാണുമ്പോൾ അവരുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളുണ്ടായിരുന്നെന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ എത്രത്തോളം അനുഗ്രഹീതരാണ് ഞങ്ങളെന്ന് തോന്നിയിട്ടുണ്ട് എന്നാണ് കുഞ്ചാക്കോ ബോബൻ പറഞ്ഞത്.